ഇന്ന് നമുക്കൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയുമുണ്ട്, 7 വെളുത്തുള്ളി അല്ലിയും എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് എരിവിനായിട്ട് വേറെ മുളക് പൊടി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പം എരിവ് ആവശ്യമുള്ള അത്രയും പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. ആദ്യം നമുക്ക് സവാളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. അപ്പം ഞാനിത് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിലാണോ വേണ്ടത് അതനുസരിച്ച് എടുത്താൽ മതി. നമുക്ക് സവാളയിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയുള്ള മിക്സ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചത് ചേർക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടണം. അപ്പൊ നമുക്കിത് കുറച്ചു നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. മല്ലിയിലയ്ക്കും പുതിനയിലയ്ക്കും ഒന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എപ്പോഴും ചേർക്കുമ്പം പുതിനയില മല്ലിയിലയേക്കാളും കുറച്ച് കുറവ് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ഈ മസാലയ്ക്കൊക്കെ ഉപ്പ് പാകമാണോ എന്നൊന്ന് നോക്കുക. ആവശ്യം ഉണ്ടെങ്കിൽ പാകത്തിനുള്ളത് ചേർത്തതിന് ശേഷം അതിലേക്ക് ബീഫ് ചേർക്കാം. ഞാനിതിലേക്ക് 1 കിലോ ബീഫാണ് ചേർക്കുന്നത്. ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് ബീഫ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ബീഫ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ബീഫിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് കോട്ടാവുന്നത് പോലെ ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. നമ്മളിത് കുക്കറിൽ വെക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മളിത് വേവിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിലേക്ക് വെള്ളം അധികം കൂടുതൽ ഉണ്ടാവാം. അങ്ങനെ വരികയാണെങ്കിൽ കുറച്ച് സമയം ഇതൊന്ന് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം വറ്റിച്ചിട്ട് വേണം ബിരിയാണിയിലേക്ക് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ബേ ലീഫ്, 1 സിന്നമോൺ, 6 ഏലക്ക, 6 ഗ്രാമ്പൂ, 2 തക്കോലം, ഇത്രയുമാണ് ഇടുന്നത്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ റൈസ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് വേവിക്കാൻ വേണ്ടി വെച്ചപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ആ ബീഫിൽ നിന്നും തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ്. നമുക്കിത് 5 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ
തുറന്ന് വെക്കാം. അപ്പോഴേക്കും ഇതിലെ വെള്ളം ഒന്ന് വറ്റി ഇത് പാകമായിട്ട് കിട്ടും. ഇനി നമ്മൾ ബിരിയാണി ദം ചെയ്യാനുള്ള പാത്രം സ്റ്റവിൽ വെക്കാം. ഞാൻ ദാ ഈ പാത്രത്തിലാണ് ദം ചെയ്യുന്നത്. ഇതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഒരു ലെയർ, പകുതി ചോറ് നമുക്ക് ഇതിലേക്ക് ഒരു ലെയർ ആയിട്ട് ഇടാം. ഇപ്പൊ നമ്മൾ ഒരു ലെയർ ചോറ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു അല്പം ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് അല്പം ഓണിയൻ ഫ്രൈ ചെയ്തത് ചേർക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു അല്പം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ബീഫ് മസാല അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് ബാക്കി ഇരിക്കുന്ന ചോറ് കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ആദ്യം ചെയ്തതുപോലെ തന്നെ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ കൂടുതൽ ഫ്രൈ ചെയ്ത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഓണിയൻ മാത്രമാണ് ഫ്രൈ ചെയ്ത് ചേർക്കുന്നത്. പിന്നെ ഇതിന്റെ മുകളിലേക്ക് അല്പം ഗരം മസാല ഇടാം. ഇനി ഇതിന്റെ മുകളിലേക്ക് അല്പം യെല്ലോ കളർ ഒഴിച്ചു കൊടുക്കാം. യെല്ലോ കളർ മഞ്ഞൾപ്പൊടി അല്പം പാലിൽ കലക്കി ചേർക്കാം, അല്ലെങ്കിൽ സാഫ്രൺ അല്പം പാലിൽ കലക്കി വെച്ചിരുന്ന അത് ചേർത്താലും മതി. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ദം ചെയ്യാം. ഞാൻ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് വെച്ചിരുന്ന് അടച്ചും വെക്കാം. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ഒക്കെ ഒന്ന് ആവി വന്ന് പാകമായിരിക്കും. ഇപ്പം നമ്മളിത് വെച്ചിട്ട് 10 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ ബിരിയാണി ഒക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ബീഫ് ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് ഓണിയനും മല്ലിയിലയൊക്കെ വെച്ചിട്ട് ഇത് ഗാർണിഷ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻസ് ഒക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.